ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മത്തിക്കറിയാണ്. മത്തി നമ്മൾ സാധാരണയായിട്ട് മത്തി പീര വറ്റിക്കും, മത്തി മുളകിട്ട് വെക്കും, മത്തി തേങ്ങ അരച്ച് വെക്കും. ഇതങ്ങനെയൊന്നുമല്ല, ഒരു വറുത്തരച്ച മത്തിക്കറി. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കറിയാണ്. ഇതിനകത്ത് തക്കാളി, മുരിങ്ങയ്ക്ക ഇതൊക്കെ ഇട്ടാണ് വറുത്തരച്ച് മത്തിക്കറി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മത്തി ഒരു 7 എണ്ണം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തിയാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മത്തിയുടെ കൂടെ ഇടാൻ ഞാൻ ഒരു മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു വലിപ്പമുള്ള ഒരു തക്കാളി മുരിങ്ങയ്ക്കയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിന് വേണ്ട അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ തിരുമിയതുണ്ട്. പിന്നെ ഒരു 2 നുള്ള് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 2 നുള്ള് ഉലുവ ഇതിൻ്റെ കൂടെ വറക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 3-4 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട മസാല ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് വഴറ്റാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-10 ചെറിയ ഉള്ളിയാണ് വേണ്ടത്. എൻ്റെ ഈ ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഞാനൊരു അര സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ കറിക്ക് ആവശ്യമായ പുളിക്ക് വേണ്ടി ഞാൻ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. വാളംപുളി ഇഷ്ടമുള്ളവർക്ക് വാളംപുളി എടുക്കാം. ഞങ്ങൾ കുടംപുളിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമുക്ക് നമ്മുടെ വറുത്തരച്ച തക്കാളിയും മുരിങ്ങയ്ക്കയും ഇട്ട മത്തിക്കറി റെഡിയാക്കാം. അപ്പം നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ഉള്ളിയും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒരു 1/4 ഭാഗത്തോളം മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പൊടികളുടെയും കൂടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂക്കണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ 1/4 ഭാഗം മൂക്കുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ ഒരുപാടങ്ങ് കരിഞ്ഞു പോകും പൊടികൾ മൂത്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ നിന്ന് തണുക്കട്ടെ, എന്നിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ തേങ്ങാക്കൊട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അങ്ങനെ ഞാൻ നന്നായിട്ട് നമ്മുടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും മുരിങ്ങയ്ക്കയും ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ മീനിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റുന്നേ ഉള്ളൂ. തക്കാളിയും മുരിങ്ങയ്ക്കയും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം പോരാ, നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിരുന്നത് നന്നായിട്ട് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം.
മുറിച്ച് ഇട്ട് കൊടുക്കാം. എനിക്കിങ്ങനെ മൊത്തത്തിലിടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മീനും പച്ചക്കറികളും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ മത്തിക്ക്, ഇവിടെ കിട്ടുന്ന മത്തിക്ക് പൊതുവെ കുറച്ച് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാനൊരു ലേശം ഉപ്പേ ഇടുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി എണ്ണയെല്ലാം മേളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. കുറച്ചും കൂടെ വറ്റിക്കണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ ഇടാം. പക്ഷേ ഇത് ഇരുന്നിട്ട് കുറച്ചൊന്ന് കുറുകി വരും, അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ്. കുറച്ച് കറിവേപ്പിലയോടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക തക്കാളി ഇട്ട വറുത്തരച്ച മത്തിക്കറി റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണിത്. കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.